അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അബിസീനിയയിൽ ഒരു ഭരണാധികാരിയുണ്ട്, അദ്ദേഹം ഒരു അക്രമത്തെയും അനുവദിച്ചു കൊടുക്കുകയില്ല എന്ന് പറഞ്ഞല്ലോ. അത് നജാഷി രാജാവിനെ കുറിച്ചാണ് പറഞ്ഞത്. അതുകൊണ്ട് നജാഷി രാജാവിനെ ചെറുതായൊന്ന് പരിചയപ്പെടേണ്ടത് നമ്മുടെ ചരിത്ര പഠനത്തിൽ അനിവാര്യമായ ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുന്നു. നജാഷി എന്ന് പറയുന്നത് അബിസീനിയ ഭരിക്കുന്ന ഭരണാധികാരികളുടെ പൊതുവായ പേരാണ്. ഇപ്പോൾ പേർഷ്യ ഭരിക്കുന്ന ആൾക്കാരെ കിസ്റ എന്ന് പറയുന്നു, റോം ഭരിക്കുന്ന ആൾക്കാരെ കൈസർ അല്ലെങ്കിൽ സീസർ എന്ന് പറയുന്നു, ഈജിപ്റ്റ് ഭരിച്ചിരുന്ന ആൾക്കാരെ ഫറോവമാർ എന്ന് പറയുന്നു. എന്നതുപോലെ ആ കാലഘട്ടത്തിൽ അബിസീനിയ, ആഫ്രിക്കയിലെ എത്യോപ്യ ഭരിച്ചിരുന്ന ആൾക്കാരെ പറയുന്ന സ്ഥാനപ്പേരാണ് നജാഷി രാജാവ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് അബ്റഹത്തുൽ അർഷും അല്ലെങ്കിൽ അഷ്റും എന്നായിരുന്നു എന്നാണ് പറയുന്നത്. ആ പേരിൻ്റെ കാര്യത്തിലൊക്കെ കുറേ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അത് പ്രധാനമല്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഏതായിരുന്നാലും അവിടെ റോമ സാമ്രാജ്യത്തിൻ്റെ കീഴിലുള്ള ഒരു സ്ഥലമായിരുന്നു എത്യോപ്യ. അവിടെ ഭരണം നടത്തിയിരുന്ന ആളാണ് അബ്റഹത്ത്. അവിടെ ഭരണം നടത്തുന്നതിനിടയിൽ അദ്ദേഹം തൻ്റെ സമീപ പ്രദേശമായ ഏഷ്യയിലെ യമൻ പിടിച്ചടക്കി. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ അതിർത്തിയിലുള്ള രാജ്യമല്ല യമൻ. കാരണം എത്യോപ്യ ആഫ്രിക്കയിലാണ്, യമൻ ആവട്ടെ ഏഷ്യയുടെ അങ്ങേ തെക്കേ മുനമ്പിലുമാണ്. യമൻ അബ്റഹത്ത് പിടിച്ചടക്കി. മാത്രമല്ല അദ്ദേഹം ക്രൈസ്തവ മതക്കാരനായിരുന്നു. ആ കാലത്ത് വേറെ മതങ്ങളൊന്നും പ്രചാരത്തിനില്ല താനും. അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ മതത്തിൽ നല്ല വിശ്വാസമുള്ള ആളായിരുന്നുകൊണ്ട് തൻ്റെ മതം നന്നായി പ്രചരിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അപ്പോൾ അറേബ്യയുടെ മണ്ണായ യമനിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. അറബികൾ, അവർക്ക് മക്കയാണ് പഥ്യം. അവരെപ്പോഴും വർഷാവർഷം കച്ചവടത്തിനും തീർത്ഥാടനത്തിനും മക്കയിലേക്ക്, കഅബയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് യമൻ തൻ്റെ കയ്യിൽ വന്ന നിലക്ക് അറബികളെ തീർച്ചയായും എൻ്റെ അടുക്കലേക്ക് തിരിക്കണം. അതിനുവേണ്ടി അദ്ദേഹം ചെയ്തൊരു കാര്യം, അവിടെ ഒരു ചർച്ച് ഉണ്ടാക്കി, മനോഹരമായൊരു ചർച്ച്. ആ കാലഘട്ടത്തിലെ ഏറ്റവും അത്ഭുതകരമായ നിർമ്മിതിയായിരുന്നു എന്നാണ് ചരിത്രങ്ങൾ പറയുന്നത്. ഖുലൈസ് എന്നായിരുന്നു, അല്ലെങ്കിൽ ഹുലൈസ് എന്നായിരുന്നു ആ ചർച്ചിൻ്റെ ആരാധനാലയത്തിൻ്റെ പേര്. അറബികളോടെല്ലാം അദ്ദേഹം മക്കയിലേക്ക് പോകുന്ന